Hi friends, so CMA Intermediate Audit, the last round revision is here. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആസ് യൂഷ്വൽ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നമ്മുടെ സ്ട്രെസ് ചെയ്തിട്ട് എ കാറ്റഗറി ബി കാറ്റഗറി ടോപ്പിക്ക് പറയുന്നു, ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പോകുന്നു. മാക്സിമം ഒരു 30 മിനിറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്, എൻ്റെ സമയം വിലപ്പെട്ടതാണ്. കാരണം എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്, ഉച്ചത്തെ ബ്രേക്കിനാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ ഇപ്പോൾ ഈ സിറ്റുവേഷനകത്ത് എനിക്കൊരു മാരത്തൺ ഡെഡിക്കേറ്റ് ചെയ്യാനുള്ളത് ആർക്കാന്ന് വെച്ചാൽ, ഇന്നലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ എമ്മിൻ്റെ പ്രൊഡക്ഷൻ വീഡിയോ ഇട്ട സമയത്ത് താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാർ 1 മണിക്കൂറിൽ ബുക്കിത്തെ എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ട് ഇതാണ് പ്രൊഡിക്ഷൻ എന്നുള്ളത് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐ എം പ്രട്ടി ഷുവർ ദാറ്റ് ആ പേഴ്സൺ ആ ഒരു ലെക്ചറും കേട്ടിട്ടില്ല. ഷീ ഈസ് നോട്ട് എ CMA സ്റ്റുഡൻറ്റ്, ജസ്റ്റ് ഏതൊരു ഫേക്ക് ഐ ഡി ആണ് അല്ലേ. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്ലിയർ കട്ടാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്നത് പോലെ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു 50-60 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട്, ഇതുവരെ വന്ന പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ട്, ഓക്കെ എൻ്റെ ഈ പറയുന്നത് പോലത്തെ മാരത്തൺ എല്ലാ ക്വസ്റ്റ്യനും വന്നു. ആ ഒരു സംഭവം ഒന്നുമല്ല ഇത്. കാരണം അല്ലേ, നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഇതിപ്പോൾ കപ്പടിക്കുന്ന കളിയൊന്നുമില്ലല്ലോ. എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് തന്നൊരു 10 മാർക്ക് 15 മാർക്ക് കൂടുതൽ കിട്ടിയാലും നമ്മൾ ഹാപ്പിയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമ്മളതൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എ കാറ്റഗറി ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാം. കോസ്റ്റ് ഓഡിറ്റ് ഇത്തവണ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പം MCQs വേണ്ടിയിട്ട് ആ CRA1 CRA2 ആ ഫോം നെയിംസും കറക്റ്റായിട്ട് ഈ പറയുന്നത് പോലെ തന്നെ പഠിക്കുക, അപ്ലിക്കബിലിറ്റി കറക്റ്റായിട്ട് സംസാരിക്കാം. സെക്ഷൻ നമ്പർ 144 ദാറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് സർവീസസ്. കാരണം ഓഡിറ്ററിൻ്റെ അല്ലേ സ്കോപ്പ് നിന്ന് പുറത്ത് കിടക്കുന്ന സർവീസാണ്. സോ അതുകൊണ്ട് തന്നെ അത് ഈ പറയുന്നത് പോലെ തന്നെ എന്താണ്, അതും നിങ്ങളോട് ചോദിക്കും. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ വീഡിയോ നമ്മുടെ ഈ പറയുന്ന പോലെ മുന്നത്തെ മാരത്തണിനകത്ത് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ അല്ലാത്ത കാര്യങ്ങൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സെക്ഷൻ 143 പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസിനകത്ത് 143 സബ്സെക്ഷൻ 12 ദാറ്റ് ഈസ് ഫ്രോഡ് റിപ്പോർട്ടിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, നിങ്ങൾക്കത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടും ഓഡിറ്റ് സർട്ടിഫിക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ടേബിളാർ ഫോർമാറ്റിൽ തന്നെ എഴുതണം. എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ള കാര്യങ്ങൾ എഴുതണം. ആൻഡ് ഓൾസോ ചെറിയൊരു പോയിന്റ് ഉണ്ട്, ദാറ്റ് ഈസ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ടും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൂടുതലായിട്ട് ജസ്റ്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഓഡിറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓഡിറ്റ് ഇത്തവണ ചോദിക്കാൻ വളരെ ചാൻസ് കാണുന്ന ഒരു ഏരിയയാണ് ഓഡിറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് പഠിക്കുക. നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ പറയുന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലേ. ആദ്യം നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ചാർട്ടർ ഡോക്യുമെൻറ്റ് നോക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇപ്പം നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെക്ക് ചെയ്യുന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. അതായത് പ്രോപ്പറായിട്ട് ഇൻറ്റേർണൽ കൺട്രോൾസ് ഉണ്ടോ. ഓക്കെ, നമുക്ക് അതിലോട്ടൊക്കെ വരാം. ഓഡിറ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റേർണൽ ചെക്കിൻ്റെ എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് മാരത്തണിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനോട് വരുന്ന സമയത്ത് NTR SA 230 ദാറ്റ് ഈസ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് തന്നെ പെർമനന്റ് ഓഡിറ്റ് ഫയൽ വേഴ്സസ് കറണ്ട് ഓഡിറ്റ് ഫയൽ ഈസ് ഓൾസോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ജോയിൻറ്റ് ഓഡിറ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ഐറ്റമാണ് ജോയിൻറ്റ് ഓഡിറ്റ്. ഓഡിറ്റ് കമ്മിറ്റിയുടെ അപ്ലിക്കബിലിറ്റി പഠിക്കുക, ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കുക. റൊട്ടേഷൻ ഓഫ് ദി ഓഡിറ്റേഴ്സ് അപ്ലിക്കബിലിറ്റി കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഓക്കെ ഫൈൻ, കമ്മിങ് ഓൺ ടുവേർഡ്സ് അവർ ബി കാറ്റഗറി. ഓക്കെ, ഈ ബി കാറ്റഗറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എക്സാം എങ്ങാനും ടഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ റിസ്ക് ബേസ്ഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഓക്കെ, റിസ്ക് ബേസ്ഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് ടെക്സ്റ്റിനകത്തൊരു ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഓട്ടോമാറ്റഡ് എൻവയോൺമെൻറ്റ് ഏരിയാസ് ഓഫ് യൂസേജ് ഓഫ് IT ഇൻ ഓഡിറ്റിംഗ്. കാരണം ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ റെലവൻ്റ് ആയിട്ട് വരുന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പം അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മെത്തേഡ്സ് ഓഫ് കളക്ടിങ് ഓഡിറ്റ് എവിഡൻസ് നമ്മുടെ പിള്ളേർക്ക് അറിയാം. ICOR ഇൻസ്പെക്ഷൻ, എൻക്വയറി, കൺഫർമേഷൻ, ഒബ്സർവേഷൻ, റീപെർഫോമൻസ്, അനലറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. അപ്പോൾ അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ICFR ദാറ്റ് ഇസ് ഇന്റേണൽ കൺട്രോൾസ് ഓർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഇവിടുന്ന് ഇന്റേണൽ ചെക്ക് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇന്റേണൽ കൺട്രോൾസ് ഓർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈ പറയുന്നത് പോലെ തന്നെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരോൻ്റെ അപ്ലിക്കബിലിറ്റി നിങ്ങൾ പഠിക്കണം. ആൻഡ് ഓൾസോ കാരോനകത്ത് ഈ പറയുന്നത് പോലെ തന്നെ കുറച്ച് കൂടുതലായിട്ട് റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്, എസ്പെഷ്യലി PP ഇൻവെൻട്രി റിപ്പോർട്ടിംഗ്, ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്, അപ്പം അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. പറ്റുമെങ്കിൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തുകൊണ്ട് നോക്കുക, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വാളിഫൈഡ് ഒപ്പീനിയൻ, ഓക്കെ ടൈപ്സ് ഓഫ് ഒപ്പീനിയനത്തെ ക്വാളിഫൈഡ് ഒപ്പീനിയൻ കറക്റ്റായിട്ട് നോക്കുക. ആൻഡ് ഓൾസോ ദ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട്. ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റായിട്ട് ഈ പറയുന്നത് പോലത്തെ നോക്കേണ്ടതാണ്. ഓക്കെ, ഐ എം നോട്ട് കീപ്പിംഗ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഇസ് ഇൻവെൻട്രീസ്, അതേപോലെ തന്നെ
നമ്മുടെ വൗച്ചിങ് വെരിഫിക്കേഷൻ്റെ ഏരിയാസ് ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല, കാരണം അത് കുറച്ച് കൂടുതലായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. നമുക്കതൊന്ന് ഏത് ചോദിക്കും എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമുക്കത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അതുകൊണ്ട് അതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. സോ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു ടോപ്പിക്സിലൂടെയൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ടോപ്പിക്സിലൂടെയൊക്കെ ഒന്ന് ഓടിച്ചു പോകാമെന്ന് എന്ത് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. മെത്തേഡ്സ് ടു കളക്ട് ഓഡിറ്റ് എവിഡൻസ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഈ പറയുന്നത് പോലെ തന്നെ റെക്കോർഡ്സ്, ഡോക്യുമെൻറ്റ്സ്, പിന്നെ മറ്റ് ടാൻജിബിൾ ആയിട്ടുള്ള അസറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യാം. ഓക്കെ, വേരിയിങ് ഡിഗ്രീസ് ഓഫ് റിലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മറ്റേ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു എയോ പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി വരികയാണ്, ചെക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ചിലപ്പോൾ അവർ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്ത് വെക്കാനുള്ള സാധ്യത. സോ ബേസിക്കലി വേരിയിങ് ഡിഗ്രീസ് ഓഫ് റിലയബിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻക്വയറി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോളേജബിൾ ആയിട്ടുള്ള പേഴ്സൺസ്. ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയാറുണ്ട് ഹോട്ടലിൻ്റെ കേസിനകത്ത്. ഇപ്പോൾ അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്നത് പോലെ തന്നെ ഓപ്പറേഷൻസ് ഒക്കെ വ്യത്യാസമാണ്. നമ്മൾ ചെന്ന് ചെക്ക് ചെയ്യുന്നു, നമ്മൾ ചെന്ന് ടാബിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ വേണ്ട ഡിഷ് ഓർഡർ ചെയ്യുന്നു, കിച്ചണിൽ നിന്ന് ഓർഡർ പ്ലേസ് ആവുന്നു, തിരിച്ചു വരുന്നു, ആ രീതിയിലുള്ള ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ആ ഓപ്പറേഷൻസിനെ കുറിച്ച് ചിലപ്പം എല്ലാവർക്കും ഈ പറയുന്നത് പോലെ തന്നെ ഓഡിറ്റർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഓഡിറ്റർ ആരോട് ചോദിക്കും? ഓഡിറ്റർ ഡെഫിനറ്റ്ലി ഈ പറയുന്ന അവിടുത്തെ എംപ്ലോയീസിനോട് ചോദിക്കും. ഇപ്പോൾ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പുറത്തുള്ള ആൾക്കാരോട് ചോദിക്കും. സോ നോളജബിൾ പേഴ്സൺ, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എൻറ്റിറ്റി, കൺഫർമേഷൻ, എക്സ്റ്റേണൽ കൺഫർമേഷൻ, ഡെപ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെപ്റ്റർ ഈ പറയുന്നത് പോലെ തന്നെ ശരിക്കും ഉറപ്പാണ്, അതായത് ശരിക്കും അത്രയും ഡെപ്റ്റർ കമ്പനിക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ റിക്വസ്റ്റ് അയക്കും, കമ്പ്യൂട്ടേഷൻ നടത്തും. അരിത്തമാറ്റിക്കൽ അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആലോചിച്ച് നോക്കണം, 10 എംപ്ലോയീസ് ഉണ്ട്, 10 എംപ്ലോയീസിനും 10,000 റുപ്പീസ് വെച്ചിട്ടാണ് സാലറി കൊടുക്കുന്നത്. സോ ടോട്ടൽ എത്ര സാലറി വരണം? 1 lakh rupees. പക്ഷേ 10 ലക്ഷം ഇട്ടു, ഒരു 0 കൂടി പോയതാണ്. അപ്പോൾ അരിത്തമാറ്റിക്കൽ അക്യുറസി ചെക്ക് ചെയ്യണം. ഒബ്സർവേഷൻ, ഫിസിക്കൽ ഇൻവെന്ററി, കൗണ്ടിങ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും. പെർഫോം ബൈ അതേഴ്സ്, റീപെർഫോമൻസ് ആൻഡ് റീകാൽക്കുലേഷൻ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓഡിറ്റർ ഈ പറയുന്നത് പോലെ ഇന്റേണൽ കൺട്രോൾ കാര്യങ്ങളൊക്കെ റീപെർഫോം ചെയ്യുന്നതാണ്. റീപെർഫോമൻസ് ആൻഡ് റീകാൽക്കുലേഷൻ സെറ്റാണെന്ന് വിചാരിക്കുന്നു, ഓക്കെ ആണെന്ന് കരുതുന്നു. സോ വി ആർ മൂവിങ് എഹെഡ്, മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്ന സമയത്ത് ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എൻ്റെ ഈ പറയുന്നത് പോലെ തന്നെ ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയൊരു ടോപ്പിക് ഉണ്ട്. ദാറ്റ് ഈസ് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് ഓഡിറ്റർ. ഓക്കെ, ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് ഓഡിറ്റർ, വൺ ഓഫ് ദ വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് ഓഡിറ്റർ. സോ എല്ലാം കൂടെ 11 മാറും 17. ഓക്കെ, 18 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ, ഇതും നമുക്ക് എ കാറ്റഗറിയിൽ തന്നെ വരാവുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ. ഓക്കെ, ഡിസ്ക്വാളിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്നെ ഓർക്കണം. ഓക്കെ ഫൈൻ. സോ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് ഓഡിറ്ററിൻ്റെ കേസ് സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻസ് എന്നുള്ള കാര്യമാണ് നോക്കാനായിട്ടുള്ളത്. അതിനകത്ത് തന്നെ 141 സബ്സെക്ഷൻ 3 ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 141 സബ്സെക്ഷൻ 3. ഓക്കെ, അപ്പം മനസ്സിലാക്കുക ആദ്യം എന്തൊക്കെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കുക. ആദ്യം ബോഡി കോർപ്പറേറ്റ് അതർ ദാൻ LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനീനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ബട്ട് LLP ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാക്കി ഈ പറയുന്ന ഫേംസ് അവർക്കൊക്കെയാണ് പറ്റുക. സോ അതർ ദാൻ LLP മറ്റ് ബോഡി കോർപ്പറേറ്റ്സ് ഒക്കെ എന്താണ് ഈ പറയുന്നത് പോലെ തന്നെ ഡിസ്ക്വാളിഫൈഡ് ആണ്. കമ്പനിയുടെ ഓഫീസർ ഓർ എംപ്ലോയി, ആ പറയുന്ന ഓഫീസർ ഓർ എംപ്ലോയിയുടെ പാർട്ണർ അല്ലെങ്കിൽ എംപ്ലോയി, അവർ ഡിസ്ക്വാളിഫൈഡ് ആണ്. നെക്സ്റ്റ് ഡി പഠിക്കുന്ന സമയത്താണ് പലർക്കും കൺഫ്യൂഷൻ വരുന്നത്. ഇങ്ങനെ ആലോചിക്കുക, കമ്പനിയുടെ ഹോൾഡിംഗ്, കമ്പനിയുടെ സബ്സിഡറി, കമ്പനിയുടെ അസോസിയേറ്റ്, കമ്പനിയുടെ ഹോൾഡിങ്ങിൻ്റെ മറ്റ് സബ്സിഡറി, ഇത്രയും കമ്പനീസിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല? ഷെയർ ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഷെയർ ഹോൾഡ് പാടില്ല എന്ന് പറയുന്ന സമയത്ത് ഫേസ് വാല്യൂ 1 lakh വരെ ആർക്ക് ഹോൾഡ് ചെയ്യാം? റിലേറ്റീവിന് ഹോൾഡ് ചെയ്യാം എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഓഡിറ്റർക്ക് 1 രൂപയുടെ പോലും ഷെയർ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇൻഡെപ്റ്റൻസസ് ഗ്യാരണ്ടി, പക്ഷേ ഇൻഡെപ്റ്റൻസസിൻ്റെ കേസിനകത്താണെങ്കിൽ 5 ലക്ഷം വരെ എന്തുണ്ട് ഈ പറയുന്ന റിലാക്സേഷൻ. 5 ലക്ഷത്തിന് മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഗ്യാരണ്ടി ഇൻ എക്സസ് ഓഫ് 1 lakh എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ വേണ്ടി പാടില്ല. മക്കളെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഫേസ് വാല്യൂ ഷെയർസ് ആണ്, മാർക്കറ്റ് വാല്യൂ ഷെയർസ് അല്ല. ഫേസ് വാല്യൂ റിലേറ്റീവിന് 1 lakh വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്, സംസാരിക്കാനായിട്ടുള്ളത്. ക്ലാരിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. 1 lakhന് മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് 60 ഡേയ്സിനുള്ള കറക്റ്റീവ് ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കാനായിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു, ഓക്കെ ആണെന്ന് കരുതുന്നു. ബിസിനസ് റിലേഷൻഷിപ്പ് പാടില്ല. ബിസിനസ് റിലേഷൻഷിപ്പിൻ്റെ കേസ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൻ്റെ കൂടെ ഒരു കമ്പനി കൂടെ അവിടെ എന്ത് ചെയ്യും, ഒരു കമ്പനി കൂടെ ആഡ് ആവും. ഒരു കമ്പനിയുടെ ഹോൾഡിംഗ്, കമ്പനിയുടെ സബ്സിഡറി, കമ്പനിയുടെ ഹോൾഡിങ്ങിൻ്റെ മറ്റ് സബ്സിഡറി, കമ്പനിയുടെ ഈ പറയുന്നത് പോലെ തന്നെ അസോസിയേറ്റ്, കമ്പനിയുടെ അസോസിയേറ്റിൻ്റെ സബ്സിഡറി കൂടെ അവിടെ ആഡ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബിസിനസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ICA നമുക്ക് ആ രീതിയിലുള്ള പവേഴ്സ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. സോ ആ രീതിയിലുള്ള ഡ്യൂട്ടീസ് പവേഴ്സ് ഒക്കെ ഓക്കെയാണ്. അതല്ലാത്ത രീതിയിലുള്ള ബിസിനസ് റിലേഷൻഷിപ്പ് ഈ പറയുന്നതിൽ ഉണ്ടാവില്ല. ആൻഡ് ഓൾസോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയാറുണ്ട്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് ഈ പറയുന്നത് സെല് ചെയ്യുന്ന രീതിയിലുള്ള ബിൽഡേഴ്സ്,
അവിടെ ഓഡിറ്റ് ഞാൻ ചെയ്യുവാണ്. അപ്പം അവർ 1 കോടി രൂപയ്ക്കാണ് ഫ്ലാറ്റ് എല്ലാവർക്കും സെല് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 1 കോടി രൂപയ്ക്ക് എന്ത് ചെയ്തു, ഫ്ലാറ്റ് സെല് ചെയ്തു. കുഴപ്പമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ആംസ് ലെങ്ത് പ്രൈസിലാണ്. ഓക്കെ, അതേപോലെ തന്നെ ദ പേഴ്സൺ ഹൂസ് റിലേറ്റീവ് ഇസ് എ ഡയറക്ടർ ഓർ ഇസ് ഇൻ ദ എംപ്ലോയ്മെന്റ് ഓഫ് ദി കമ്പനി ആസ് എ KMP, വിച്ച് മീൻസ് ദാറ്റ് ആകാശ് അംബാനിയുടെ ഡാഡി ആയിട്ടുള്ള മുകേഷ് അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഈ പറയുന്ന പോലെ എന്താണ് ഡയറക്ടറാണ്. സോ ആകാശ് അംബാനിക്കും ഓഡിറ്ററായിട്ട് ഹോൾഡ് ചെയ്യാൻ പാടില്ല. G is a ceiling limit മാക്സിമം എത്ര കമ്പനീസാണ്, മാക്സിമം നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ 20 കമ്പനീസിന്റെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനകത്ത് തന്നെ ആരൊക്കെ എക്സ്ക്ലൂഡ് ആണ്, 1% കമ്പനീസ്, നോർമൽ കമ്പനീസ്, സ്മോൾ കമ്പനീസ്, പ്രൈവറ്റ് കമ്പനീസ് ഹാവിംഗ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ലെസ് ദാൻ ₹100 crore, ദേ ആർ എക്സ്ക്ലൂഡഡ്. ഓക്കെ, കൺവിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, 10 വർഷം ലാപ്സ് ചെയ്തില്ല, 10 വർഷം കഴിഞ്ഞിട്ടില്ല, ഇവിടുന്ന് ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് കൺവിക്ഷൻ ആണെങ്കിൽ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. ആൻഡ് ഓൾസോ 144 സർവീസ് റെൻഡർ ചെയ്യുന്ന ആളും ഡിസ്ക്വാളിഫൈഡ് ആണ്. സോ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡിസ്ക്വാളിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ പോയിന്റ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതാം. സോ 144 സർവീസസ് എന്താണെന്ന് ചോദിച്ചാൽ റിയ, മിയ, ഡിയ എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറ്. ദാറ്റ് ഇസ് റെൻഡറിംഗ് ഓഫ് ഔട്ട്സോഴ്സ്ഡ് ഫിനാൻഷ്യൽ സർവീസസ്. പിന്നെ അതേപോലെ തന്നെ എന്ത് പോയിന്റാണ് ഇന്റേണൽ ഓഡിറ്റ്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഇന്റേണൽ ഓഡിറ്റ്, നിങ്ങൾക്ക് അറിയാലോ, മാനേജ്മെന്റ് എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ പറയുന്ന പോലെ സംഭവമാണ് എന്ത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻസ് അവിടെ എന്ത് ചെയ്യും, ഇപ്പോൾ ആലോചിക്കുക, ഞാൻ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ്, ഞാൻ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇൻഡിപെൻഡൻസ് അവിടെ കോംപ്രമൈസ്ഡ് ആവും. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന സർവീസ് ചെയ്യരുത് എന്നുള്ള ഇതിൽ പറയുന്നത്. ഓക്കെ, അതേപോലെ ടാലി, പിന്നെ അതേപോലെ തന്നെ മറ്റ് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുക. ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ തന്നെ ഒരു കാര്യം ചെക്ക് ചെയ്യുക, ഇൻഡിപെൻഡൻസ് ഉണ്ടാവും? ഇല്ല. അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് സർവീസസ്, ഓഡിറ്റോറിക്ക് അക്കൗണ്ടന്റിൻ്റെയോ ബുക്ക് കീപ്പറിൻ്റെയോ ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല. മിയ ഓക്കെ, റിയ ഓക്കെ, റെൻഡറിംഗ് ഔട്ട്സോഴ്സ് ഫിനാൻഷ്യൽ സർവീസ്, ഇന്റർണൽ ഓഡിറ്റ്, അക്കൗണ്ടിങ് ആൻഡ് ബുക്കിംഗ് സർവീസസ്, മാനേജ്മെന്റ് സർവീസ്, സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യാം, മറ്റ് കാര്യങ്ങൾ ചെയ്യാം. ഇതിനൊക്കെ അല്ലേ ഈ പറയുന്നത് പോലെ തന്നെ ആൾക്കാരുണ്ട്. സോ മാനേജ്മെന്റ് സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് സർവീസസ്, ഓക്കെ, ആക്ച്വറൽ സർവീസസ്, ഈ പറയുന്ന പോലെ തന്നെ റിവാലുവേഷൻ പെർഫോം ചെയ്യാം, വാല്യൂഷൻ പെർഫോം ചെയ്യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ സിസ്റ്റം, പിന്നെ എന്താണ് ഈ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി സർവീസ് ആൻഡ് എനി അതർ സർവീസസ് മേ പ്രിസ്ക്രൈബ്. ഇതൊക്കെ ചെയ്തു വെച്ചാൽ ഹി വിൽ ബി ഡിസ്ക്വാളിഫൈഡ് എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെറ്റ്. ഈ പറയുന്ന റൊട്ടേഷൻ്റെ ലിമിറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കുക, കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സംഭവമൊന്നുമില്ല. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള സംഭവം കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ലിസ്റ്റഡ് കമ്പനീസിനും ആപ്ലിക്കബിൾ ആണ്, എക്സ്ക്ലൂഡിംഗ് OPC സ്മോൾ കമ്പനീസ്. ഓൾ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, 10 കോടി ഓർ മോർ. ഓക്കെ, ഈ പറയുന്ന പോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ആണെങ്കിൽ എത്ര, 50 crore ഓർ മോർ. ഓൾ കമ്പനീസ് ഹാവിംഗ് ത്രഷോൾഡ് ബിലോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ പറയുന്നത് ബോറോയിങ്സ് എത്രയാണ്, 50 crore ഓർ മോർ ആണെങ്കിൽ അവർ റൊട്ടേഷൻ ഈ പറയുന്നത് പോലെ നടത്തണം. ഓക്കെ, ഇപ്പോൾ ഫേം ആണെങ്കിൽ മാക്സിമം എത്ര വർഷം, മാക്സിമം 10 years. ഓക്കെ, ദാറ്റ് ഇസ് 2 consecutive term ഓഫ് എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ എഴുതണം, അല്ലാതെ 10 years എന്നുള്ള രീതിയിലല്ല. ആ ഒരു വേർഡിങ്സ് അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്നത് പോലെ തന്നെ യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യാൻ സംസാരിക്കുന്നത്. ഓഡിറ്റ് ഫേം ഫോർ മോർ ദാൻ 2 terms of 5 consecutive years, ഇൻഡിവിജ്വൽ ഫോർ മോർ ദാൻ 1 term of 5 consecutive years എന്നുള്ള രീതിയിൽ എന്ത് സംസാരിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ഫേംസിന് എന്ത് ചെയ്യാൻ പാടില്ല, നെറ്റ്വർക്ക് ഫേംസിന് അവിടെ ഈ പറയുന്ന പോലെ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ചാർട്ട് ഈസ് വിത്ത് റിഗാർഡിംഗ് ടു അപ്പോയിൻറ്റ്മെൻറ്റ്. MCQന് വേണ്ടിയിട്ട് പഠിക്കുക, അപ്പോയിൻമെൻറ്റ് MCQന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, പഠിക്കുക. ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിലോട്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, ഇതിലോട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു, സെറ്റ് ആണെന്ന് കരുതുന്നു. സോ ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് പരിപാടി തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. 143 ഓൾസോ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പവേഴ്സിനകത്ത് എന്താ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യുക, വൗച്ചേഴ്സ് ഇൻസ്പെക്ട് ചെയ്യുക അറ്റ് ഓൾ ടൈംസ്. ഇതിനുള്ള റൈറ്റ് ഉണ്ട്. വെദർ കെപ്റ്റ് അറ്റ് രജിസ്റ്റർഡ് ഓഫീസ് ഓർ നോട്ട് റിക്വയർ റെക്കോർഡ്സ് ഓഫ് സബ്സിഡറീസ്, അതും ചോദിക്കാനുള്ള പവർ ഉണ്ട്. റൈറ്റ് ടു അറ്റൻഡ് മീറ്റിംഗ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, റൈറ്റ് ടു ബി ഹേർഡ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് ഈ പറയുന്നുള്ള അഭിപ്രായം പറയാനുള്ള സമയമുണ്ട്. ബട്ട് നോട്ട് റൈറ്റ് ടു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ എക്സ്പ്ലനേഷൻ ഫ്രം ഓഫീസേഴ്സ് ഓഫ് പെർഫോമിംഗ് ഹിസ് ഓഡിറ്റ്. ബ്രാഞ്ച് ഓഫീസർ ബ്രാഞ്ച് അക്കൗണ്ട്സ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യുക, റിക്വയർ ബ്രാഞ്ച് ഓഡിറ്റ് റിപ്പോർട്ട് ഫ്രം ബ്രാഞ്ച് ഓഡിറ്റർ എന്നുള്ളൊരു പോയിന്റ് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ പവേഴ്സ്. ഡ്യൂട്ടീസ് ആണ് എല്ലാവർക്കും ഡൗട്ട് ഉള്ളത്. ഡ്യൂട്ടീസ് പെട്ടെന്ന് ആലോചിക്കുക. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റീസണബിൾ അഷുറൻസ് ഒബ്റ്റെയിൻ ചെയ്യുക. എന്താ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. സോ ബേസിക്കലി അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എൻക്വയറി നടത്തണം. എന്ത് എൻക്വയറി നടത്തണം? ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറയുന്നത് പ്രോപ്പർലി ഈ പറയുന്നത് പോലെ സെക്യൂർഡ് ആണോ? അപ്പോൾ ആലോചിക്കുക, റിലയൻസ് എന്ന് പറയുന്ന കമ്പനി ലോൺ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ 4 ലക്ഷം ലോൺ എടുത്തിട്ടുണ്ട്. ആർക്കാണ് ലോൺ എടുത്തിട്ടുള്ളത്? ടാറ്റയ്ക്കാണ് ലോൺ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 4 ലക്ഷത്തിന് അഡീക്വേറ്റ് ഉള്ള സെക്യൂരിറ്റി അവർ മേടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. കാരണം ഈ ടാറ്റ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആരുടെ പൈസയെ കോംപ്രമൈസ്ഡ് ആവുന്നത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസയാണ് കോംപ്രമൈസ് ആവും. ടേംസ് പ്രജുഡീഷ്യൽ ആണെന്ന് നോക്കുക. ടേംസ് പ്രജുഡീഷ്യൽ ആണെന്ന് നോക്കിയാൽ നോർമൽ കേസിനകത്ത് ഇപ്പോൾ 12% ഇൻട്രസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്. പക്ഷേ 10% ഇൻട്രസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് കൊടുക്കുന്നതിന് ശരി ടേംസ് പ്രജുഡീഷ്യൽ ആണ്. ഓക്കെ, അങ്ങനെയാണോ എന്ന കാര്യം ആരും നോക്കണം, ഓടിച്ച് നോക്കണം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ മിയർലി റെപ്രസെന്റ് ബൈ ബുക്ക് എൻട്രീസ് ആർ പ്രജുഡീഷ്യൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. ബാഡറ്റും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്, പക്ഷേ അത് റൈറ്റ് ഓഫ് ചെയ്ത് ഇട്ടിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പ്രജുഡീഷ്യൽ ടു മെമ്പേഴ്സ് അല്ലേ, ചുമ്മാ ഇല്ലാത്ത ഡെപ്റ്റ് കാണിക്കുന്ന പോലെയല്ലേ, ഇല്ലാത്ത അസറ്റ് കാണിക്കുന്ന പോലെയല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല.
പേഴ്സണൽ എക്സ്പെൻസസ് റവന്യൂ അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ അംബാനി അല്ലേ, ഈ പറയുന്നത് പോലെ തന്നെ പേഴ്സണൽ എക്സ്പെൻസസ് റവന്യൂ അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം നോക്കണം. സോ ദാറ്റ് ഈസ് ഡ്യൂട്ടീസ് ഓഫ് ദ ഓഡിറ്റ്. ഡ്യൂട്ടി ടു എൻക്വയറി ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഡ്യൂട്ടി ടു എൻക്വയറി ആണ് നമ്മൾ സംസാരിച്ച്. ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ദാറ്റ് ഇസ് അക്കൗണ്ട്സ് എക്സാമിൻ ബൈ ഹിം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇതൊക്കെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഈ പറയുന്നത് പോലെ തന്നെ നോക്കണം എന്നുള്ളൊരു പോയിന്റാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് ഒരു കണക്ട് ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഇൻഫർമേഷൻ എക്സ്പ്ലനേഷൻസ് കിട്ടിയോ, വിച്ച് മീൻസ് ദാറ്റ് ഈ പറയുന്ന പോലെ ആരോട് പറയുകയാണ്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനോട് പറയുകയാണ് ഞാൻ ചോദിച്ച ഇൻഫർമേഷൻ എക്സ്പ്ലനേഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ, കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ്. ഒരു കണ്ടിജന്റ് ആയിട്ടൊരു ലയബിലിറ്റി ഉണ്ട്, ദാറ്റ് ഇസ് ഒരു കേസ് ഉണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ സിറ്റുവേഷനകത്ത് അവരെന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ ഡോക്യുമെൻറ്റ്സോ ഈ പറയുന്നത് പോലത്തെ കേസ് ഡയറിയോ അല്ലെങ്കിൽ മറ്റ് ഇൻഹൗസ് ലീഗൽ കൗൺസിലിൻ്റെ റിപ്പോർട്ടോ ഇതൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ആ റിപ്പോർട്ട് മോഡിഫൈ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെന്നുള്ള ആരോട് പറഞ്ഞു കൊടുക്കണം, മെമ്പേഴ്സിനോട് പറഞ്ഞു കൊടുക്കണം. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നെസസറി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈ പറയുന്നത് പോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടോ, ബ്രാഞ്ച് റിട്ടേൺസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ, ബ്രാഞ്ച് റിട്ടേൺസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ബ്രാഞ്ച് ഓഡിറ്റ് റിപ്പോർട്ട്, അതായത് ബ്രാഞ്ച് മറ്റൊരാളാണ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ, അത് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് അഗ്രിമെന്റിലാണോ, അവർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പാലിച്ചിട്ടുണ്ടോ, ഡയറക്ടേഴ്സ് ആരെങ്കിലും ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ടോ, ഓക്കെ ഡയറക്ടേഴ്സ് ആരെങ്കിലും ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ടോ, അഡ്വേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള റിമാർക്ക് റിസർവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ സംസാരിക്കുന്ന പോയിന്റാണ് ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ദാറ്റ് ഇസ് 143 കമ്പൽസറി ആയിട്ട് നന്നായിട്ട് പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്ന് ഈ പറയുന്നത് പോലത്തെ ചിലപ്പം ഇത് ഒറ്റയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്തൊക്കെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ 143 കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് ദാറ്റ്സ് ഓക്കെ. ഡ്യൂട്ടി ടു പ്രൊവൈഡ് റീസൺസ് ഫോർ നെഗറ്റീവ് റിമാർക്സ് ഓർ ക്വാളിഫിക്കേഷൻസ് ഓക്കെ. C&Aയുടെ ഡയറക്ഷൻസ് ഈ പറയുന്നത് പോലെ തന്നെ കംപ്ലൈ ചെയ്യണം. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഈ പറയുന്നത് പോലെ തന്നെ കംപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കാനായിട്ടുള്ളത്. 143 സബ്സെക്ഷൻ 12 നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലേ, ഫ്രോഡ് റിപ്പോർട്ടിങ്ങിൻ്റെ കേസിനകത്ത്, അതായത് 1 കോടിക്ക് താഴെയുള്ള ഫ്രോഡ്, 1 കോടി അല്ലെങ്കിൽ 1 കോടിക്ക് മുകളിലുള്ള ഫ്രോഡ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ സംസാരിക്കാനായിട്ടുള്ളത്. നമുക്ക് 2 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഈ പറയുന്നത് പോലെ തന്നെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ബിലോ 1 crore ആണെങ്കിൽ ഓഡിറ്റർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് എത്ര ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം, 2 days റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇവിടെ ഈ പറയുന്നത് പോലെ തന്നെ 2 കേസിലും 2 days റിപ്പോർട്ട് ചെയ്യണം, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, മറ്റേത് സെൻട്രൽ ഗവൺമെൻറ്, അതായത് എന്താണെന്ന് വെച്ചാൽ ഈ 1 കോടിക്ക് മുകളിലുള്ള ഫ്രോഡ് ആണെന്നുണ്ടെങ്കിൽ റിപ്ലൈ ചോദിക്കണം. എത്ര ദിവസത്തിനുള്ളിൽ റിപ്ലൈ ചോദിക്കണം, 45 days റിപ്ലൈ ചോദിക്കണം. 45 days റിപ്ലൈ ചോദിക്കുന്ന സമയത്ത് 2 സിറ്റുവേഷൻ ഉണ്ടാവും. 45 days റിപ്ലൈ ചോദിക്കുന്ന സമയത്ത് ചില സിറ്റുവേഷൻസ് നല്ല രീതിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിപ്ലൈ കൊടുക്കും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിപ്ലൈ കൊടുത്താൽ ഈ റിപ്ലൈ കിട്ടിയിട്ട് 15 days ആർക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഫയൽ ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ്റിന് ഫയൽ ചെയ്യണം. ദാറ്റ് ഈസ് ഈ പറയുന്നത് പോലെ തന്നെ ഓഡിറ്റിൻ്റെ റിപ്പോർട്ടും പ്ലസ് ബോർഡ് ഓഫ് ഡയറക്ടറിൻ്റെ എക്സ്പ്ലനേഷനും. റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റിൻ്റെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഫയൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള പോയിന്റൊക്കെയാണ് സംസാരിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു, ഓക്കെ ആണെന്ന് കരുതുന്നു. ക്ലിയർ ആണ്, സെറ്റാണ്. ഓക്കെ, വി ആർ മൂവിങ് അഹെഡ് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്ന സമയത്ത് ഒറ്റ മിനിറ്റ്, ഇതൊക്കെ പോയി, പ്രശ്നമില്ല. കോസ്റ്റ് ഓഡിറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കോസ്റ്റ് ഓഡിറ്റ് നമ്മുടെ മറ്റേ മാരത്തണിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ഓഡിറ്റ് എന്താണെന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് വേഴ്സസ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, ജസ്റ്റ് ആലോചിക്കാം. ടേബിളാർ ഫോർമാറ്റ് എഴുതണേ. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ 700 സീരീസ് പ്രകാരമാണ് അതിൻ്റെ ഈ പറയുന്ന പോലത്തെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒപ്പീനിയൻ കൊടുക്കുകയാണ് റിലേറ്റിംഗ് ടു വാട്ടർ ലയബിലിറ്റി ആൻഡ് കറക്റ്റ്നസ് ഓഫ് എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ കൊടുക്കുകയാണോ എന്നുള്ളത് തരുവാണ്. പക്ഷേ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു എന്തെങ്കിലും ഒരു കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കൺഫർമേഷനാണ്. അക്യുറസി ഓഫ് ഫാക്ട് സ്റ്റേറ്റഡ് ദെയറിൻ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു സാധനമാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. This is only opinion. This is also confirmation of correctness and accuracy about some matters. For example, ഒരു സ്റ്റാർട്ടപ്പ് ആണ്, പ്രോസ്പെക്റ്റീവ് ആയിട്ട് അടുത്ത വർഷങ്ങളിൽ അവർക്ക് ഉണ്ടാകുന്ന ഇൻകം കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യാണ്, ഈ പറയുന്നത് പോലെ തന്നെ ലൈക്ക് അവർ ഇത്ര ഇൻകം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊരു നെസസറി ആയിട്ടുള്ള ഒരാൾ സർട്ടിഫൈ ചെയ്യേണ്ടത്, അതാണ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, സ്കോപ്പ് ഓഡിറ്റ് റിപ്പോർട്ട് സ്കോപ്പ് ലാർജ് ആണ്, പക്ഷേ സർട്ടിഫിക്കറ്റ് ലിമിറ്റഡ് ആണ്. ഓൺലി 1-2 കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കൺഫേം ചെയ്യുന്നുള്ളൂ. അഡ്വൈസ് ഓഡിറ്റ് റിപ്പോർട്ട് അത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അഡ്വൈസ് ലൈക്ക് EOMP അതർ മാറ്റർ പാരഗ്രാഫ് പോലുള്ള സംഭവമൊക്കെ ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ അഡ്വൈസോ കാര്യങ്ങളൊന്നുമില്ല. ടൈം ഓഫ് ഇഷ്യൂ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി, ആ ഓഡിറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം അപ്പോയിൻറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ആരാണ്, ഈ പറയുന്നത് പോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റി ആണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് എന്താ, ഈ പറയുന്നത് എപ്പോഴാണോ ആവശ്യം അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഗ്യാരണ്ടി ഡസ് നോട്ട് പ്രൊവൈഡ് ഗ്യാരണ്ടി ഓഫ് ദി അക്യുറസി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഗ്യാരണ്ടി 100% അബ്സലൂട്ട് ആയിട്ട് അഷുറൻസ് പ്രൊവൈഡ് ചെയ്യും.
ഓഡിറ്റ് റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ഫാക്ട്സ്, അസംഷൻസ് ആൻഡ് എസ്റ്റിമേറ്റ്സിൻ്റെ ഒക്കെ പുറത്താണ്. കാരണം നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞല്ലോ, എപ്പോഴും ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആർ സർട്ടൻ പ്രൊമൈസസ്. മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇൻറ്റേർണൽ കൺട്രോൾസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പ്രൊമൈസസിൻ്റെ പുറത്ത്, വിശ്വാസത്തിൻ്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ഫിഗേഴ്സ്, പ്രിസ്ക്രൈബ് ഫോർമാറ്റ്, നോ പ്രിസ്ക്രൈബ് ഫോർമാറ്റ്. എസെൻഷ്യൽസ് ഓഫ് ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട് സമയത്തിൽ വായിച്ച് നോക്കുക എന്നുള്ള കാര്യമേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു, ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സെറ്റല്ലേ? ഓക്കെ. സോ ഓഡിറ്റ് കമ്മിറ്റിയും വലിയ വിഷയമില്ല. അതായത് ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യാം, മുന്നത്തെ മാരത്തണിനകത്ത് ഓഡിറ്റ് കമ്മിറ്റിയുടെ കാര്യങ്ങളും ഐ തിങ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജോയിൻറ്റ് ഓഡിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ജോയിൻറ്റ് ഓഡിറ്റ്. ഓക്കെ. NFRA എല്ലാ തവണയും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ NFRAയുടെ കേസിനകത്ത് എനിക്ക് പക്ഷേ ഡോണ്ട് തിങ്ക് NFRA ചോദിക്കുമോ എന്നുള്ള കാര്യം. പിന്നെ ഓൾറെഡി നിങ്ങൾ എല്ലാവട്ടും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതാണ് സംഭവം. ഓക്കെ, ഫൈൻ. ഫങ്ഷൻസ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ഇവിടെ നോക്കുക. രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഫങ്ഷൻസ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. റിലേറ്റിംഗ് ടു ഓഡിറ്റർ, ഓക്കെ, അതായത് പേര് തന്നെ ശ്രദ്ധിക്കുക, ഓഡിറ്റ് കമ്മിറ്റി എന്നാണ്. സോ റെക്കമെൻഡേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ്, റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റർ, റിവ്യൂയിങ് ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ. അതായത് കറക്റ്റായിട്ട് അയാൾ ഈ വേറെ രീതിയിലുള്ള കമ്പനിയായിട്ട് യാതൊരു രീതിയിൽ കണക്ഷനും ഇല്ലല്ലോ. ആക്ച്വലി ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്, ഓഡിറ്റിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. എക്സാമിനേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സെട്ര. ട്രാൻസാക്ഷൻ അപ്രൂവൽ ആൻഡ് സബ്സിക്വൻറ്റ് മോഡിഫിക്കേഷൻ ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. ഓക്കെ. ഇന്റർ കോർപ്പറേറ്റ്, അതായത് നമ്മൾ കൊടുക്കുന്ന ലോൺസ്, മറ്റുള്ള കമ്പനീസിന് കൊടുക്കുന്ന ലോൺസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സ്ക്രൂട്ടനി ചെയ്യുക. വാല്യൂഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് അണ്ടർടേക്കിങ്സ്, അതൊക്കെയാണ് എന്ത് സംസാരിക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനിലോട്ട് വരുവാണ്. സോ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അതായത് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ, ഓഡിറ്റർ പെർഫോം ചെയ്യുന്ന ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, പിന്നെ അതുപോലെ തന്നെ റെലവൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ്, ആൻഡ് ഓൾസോ കൺക്ലൂഷൻസ്, ഓഡിറ്റർ റീച്ച് ചെയ്യുന്ന കൺക്ലൂഷൻസ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ, ഈ പറയുന്നത് പോലെ തന്നെ സിമ്പിളായിട്ടൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആലോചിക്കുക, 3 രീതിയിൽ ഞാൻ എന്ത് ചെയ്യണം, ഇതിന് ഡിവൈഡ് ചെയ്യാണ്. ഓഡിറ്റർക്ക് എന്തിനൊക്കെയുള്ള രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നു, ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, എവിഡൻസ് ഫോർ ദ ബേസിസ് ഫോർ എ കൺക്ലൂഷൻ. ഓക്കെ, ഒരു കൺക്ലൂഷനെത്തി അല്ലെങ്കിൽ ആ കൺക്ലൂഷൻ്റെ ഒരു ബേസിസിനുള്ള ഒരു എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓഡിറ്റ് ഈ പറയുന്ന പോലെ എസ്ഐസ്, പിന്നെ അതുപോലെ തന്നെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് പ്രകാരമൊക്കെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുന്നു. എൻഗേജ്മെൻറ്റ് ടീമിനെ കുറിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മുന്നത്തെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ടീമിന് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ഓഡിറ്റ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. അക്കൗണ്ടബിൾ ആയിരിക്കും കുറച്ചും കൂടെ. ആൻഡ് ഓൾസോ എന്താണ്, കണ്ടിന്യൂയിങ് മാറ്റേഴ്സ് ഓഫ് സിഗ്നിഫിക്കൻസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓഡിറ്റ് നടന്നു, ഇപ്പോൾ തന്നെ ഒരുപാട് സ്കാമൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ ഒരു വലിയ സ്കാം ഇപ്പോൾ നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ഷൻ, ഇൻറ്റേർണൽ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ ആൻഡ് എക്സ്റ്റേണൽ ഇൻസ്പെക്ഷൻ, ഇത് രണ്ടും നടത്താൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 7 വർഷമാണ്, ദാറ്റ് ഈസ് MCQ റെലവൻ്റ് ആണ് റിട്ടൻഷൻ പീരീഡ്. ഡിഫറൻസ് ബിറ്റ്വീൻ പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ ആൻഡ് കറണ്ട് ഓഡിറ്റ് ഫയൽ. ഇത് ഞാൻ ഇപ്പോഴും എക്സാമ്പിൾ പറയുന്ന കാര്യം ഇത്രയുള്ളൂ. അതായത് ഇപ്പോൾ ഞാനൊരു കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് +2ൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലേ, മറ്റ് കാര്യങ്ങൾ, അതായത് എൻ്റെ ഈ പറയുന്ന പോലത്തെ അഡ്രസ്സ്, മറ്റ് കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും, റെഗുലറായിട്ട് സൂക്ഷിച്ച് വയ്ക്കും. ഞാൻ ആ കോളേജ് തീരുന്നത് സൂക്ഷിച്ച് വയ്ക്കും. നേരെ മറിച്ച് എൻ്റെ മാർക്ക് ലിസ്റ്റ്, അതായത് ഓരോ വർഷത്തെയും മിഡ് ടേം എക്സാമിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ മാർക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ത് മാത്രമേ ചെയ്യൂ, അവർ ഈ പറയുന്നത് പോലെ തന്നെ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇയറിന് മാത്രമേ സൂക്ഷിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന +2ൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെർമനൻറ്റ് ഓഡിറ്റ് ഫയലിനകത്ത് വരും, മറ്റത് കറണ്ട് ഓഡിറ്റ് ഫയലിനകത്തും വരും. ഓക്കെ, അപ്പോൾ കറണ്ട് ഇയറിന് റിലവൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, ഓക്കെ, കറണ്ട് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് റിലവൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് പേപ്പേഴ്സ്, അതാണ് കറണ്ട് ഓഡിറ്റ് ഫയലിന് വരിക. പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ എന്ന് പറയുന്നത് വർക്കിംഗ് പേപ്പേഴ്സ് ആർ റിലവൻ്റ് ടു മോർ ദാൻ 1 ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ആർ ഓഫൻ റിട്ടൻ സെപ്പറേറ്റ്ലി ഇൻ എ ഫയൽ നോൺ ആസ് പെർമനൻറ്റ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. ക്ലിയർ ആണോ? നെക്സ്റ്റ്, കണ്ടന്റ് എന്തൊക്കെയാണ് വരുന്നതിനകത്ത്? ഒന്നുമില്ല. ലീഗൽ ആൻഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ദി എൻറ്റിറ്റി. ഓക്കെ, ഇത് MCQനും ചോദിക്കുന്നൊരു ചോദ്യമായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഇത് ഏതിൻ്റെ ഉള്ളിൽ വരും എന്നുള്ളതിൻ്റെ MCQ. SA 230 ആണ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ MOA AOA ഇതിലൊന്നും മാറ്റങ്ങൾ വരുന്ന സാധനമല്ല. മറ്റേതെന്താ, കറസ്പോണ്ടൻസ് ഓഫ് ആക്സെപ്റ്റൻസ് ആൻഡ് ആനുവൽ റീഅപ്പോയിൻമെൻറ്റ്, ലൈക്ക് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ. ചില സിറ്റുവേഷൻസിനകത്ത് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ ഓരോ അസൈൻമെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ബേസിക്കലി CAFനകത്ത് വരും. റെക്കോർഡ് ആൻഡ് സ്റ്റഡി ഓഫ് ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾസ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല അല്ലേ. കോപ്പീസ് ഓഫ് മാനേജ്മെൻറ്റ് ലെറ്റേഴ്സ്. ഓക്കെ,
ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് പ്രീവിയസ് ഇയറുടെ ഓഡിറ്റ് പ്രോഗ്രാം ഇതിനകത്ത് വരിക, കറണ്ട് ഓഡിറ്റ് ഫയലിനകത്താണ് വരിക. കാരണം ഓഡിറ്റ് പ്രോഗ്രാം നമ്മളെപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഫോർ എക്സാമ്പിൾ ഓല എന്ന് പറയുന്ന കമ്പനി ദേ ആർ ആക്ച്വലി എൻഗേജ്ഡ് ഇൻ വാട്ട്, ഈ പറയുന്നത് പോലെ തന്നെ ക്യാബ് ബിസിനസ്സിലായിരുന്നു. ഇപ്പോൾ EVയിലോട്ട് വന്ന സമയത്ത് പ്രോഗ്രാം അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, നോട്ട്സ് റിഗാർഡിംഗ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിംഗ് പോളിസീസ്, കോപ്പീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അതർ ഓഡിറ്റേഴ്സ്, കാര്യങ്ങളൊക്കെ കറണ്ട് ഓഡിറ്റ് ഫയലിനകത്ത് വരും. സിഗ്നിഫിക്കൻറ്റ് ഓഡിറ്റ് ഒബ്സർവേഷൻ ഓഫ് ഏർലിയർ ഇയേഴ്സ്, അനാലിസിസ് ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് ബാലൻസസ്. ഓക്കെ, സോ അതും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് കരുതുന്നു. സമയമുണ്ട് ഓഡിറ്റ് പ്രോഗ്രാം ഒന്ന് നോക്കുക. സാറെല്ലാം പറയുന്നുണ്ടെന്ന് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ എന്താണ് ഈ പറയുന്നത് പോലെ തന്നെ ഡൗട്ടാണ്. അതായത് അവർ എന്തെങ്കിലും രീതിയിൽ ഈ പറയുന്നത് പോലെ തന്നെ ജസ്റ്റ് പാറ്റേൺ മാറ്റിക്കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നോക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഒക്കെ ജസ്റ്റ് സമയമുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കുക എന്ന് മാത്രമേ പറയുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഉണ്ട്, നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി തിയറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സംഭവമാണ് അല്ലേ. അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. കൂടുതലായിട്ട് അതിലോട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, ഞാൻ കടക്കുന്നില്ല. ഓക്കെ, ചെറിയൊരു കാര്യം സംസാരിക്കാനുള്ളത് ഇൻറ്റേർണൽ കൺട്രോൾസ് ഓർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഓക്കെ, അതിനകത്ത് ഇൻറ്റേർണൽ കൺട്രോൾസ് ഓർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണെന്നുള്ള ലാസ്റ്റ് ചെറിയൊരു കാര്യം. മെത്തേഡ്സ് ഓഫ്, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം, മെത്തേഡ്സ് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതാണ്. മെത്തേഡ്സ് അല്ല പറയാമെന്ന്, സോറി. ഇൻറ്റേർണൽ കൺട്രോൾസ് ഓർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, അത് നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ ചെക്കൊക്കെ ഞാൻ മുന്നത്തെ മാരത്തണിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇൻറ്റേർണൽ കൺട്രോൾ ഓർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് കൺസേണിങ് ഇൻറ്റേർണൽ കൺട്രോൾസ് ഓർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങോ ബെനഫിറ്റ്സും പഠിക്കുക. ഇൻറ്റേർണൽ കൺട്രോൾ ഓർ ഫിനാൻഷ്യൽ കൺട്രോൾ ഓർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണെന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ഇൻറ്റേർണൽ കൺട്രോൾ ഓർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണെന്ന് പറഞ്ഞുതരാം. സോ മനസ്സിലാക്കുക, നോർമൽ കേസിനകത്ത് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ, കെയർ എന്നാണല്ലേ. കംപ്ലയൻസ് വിത്ത് അപ്ലിക്കബിൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പിന്നെ അതുപോലെ തന്നെ സേഫ് ഗാർഡിങ് ഓഫ് അസറ്റ്സ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എൻഷുറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. വിച്ച് ഈസ് ആക്ച്വലി എ ബ്രോഡ് കോൺസെപ്റ്റ്. ഭയങ്കര ബ്രോഡായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. പക്ഷേ ഇൻറ്റേർണൽ കൺട്രോൾ ഓർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈസ് ആക്ച്വലി റിലേറ്റിംഗ് ടു ഓപ്പറേഷൻസ് ആയിട്ടൊന്നും അവിടെ കൺട്രോൾ വരുന്നില്ല. ഓൺലി ഇൻ റിലേഷൻ ടു ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ദാറ്റ് ഇസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്നുള്ള രീതിയിൽ പറയുന്നത് പോലെ തന്നെ വിളിക്കുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു, സെറ്റാണ്. അത്രയേ ഉള്ളൂ. അത് കൂടുതലായിട്ട് ഞാൻ അതിലോട്ടൊന്നും എന്ത് ചെയ്യുന്നൊന്നുമില്ല, പോകുന്നൊന്നുമില്ല. റിസ്ക് ബേസ്ഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്, അതൊക്കെ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എക്സാം എങ്ങാനും ടഫ് ആക്കുകയാണെങ്കിൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. RBAIA, റിസ്ക് ബേസ്ഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. അതും എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റത്തെ മാരത്തണിനകത്ത് അതും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഓഡിറ്റ് ട്രയൽ നമ്മൾ ഓൾറെഡി മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഓഡിറ്റ് ട്രയൽ എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റഡ് എൻവയോൺമെൻറ്റിനകത്തും ഏരിയാസ് ഓഫ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ ഓഡിറ്റിംഗ്, ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് പറയുന്ന പോലെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യും ഓഡിറ്റിങ്ങിൻ്റെ കേസിനകത്ത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കേണ്ട കാര്യമാണ്. അത് എഴുതുന്ന സമയത്ത് ആദ്യം ഓട്ടോമാറ്റഡ് എൻവയോൺമെൻറ്റ് എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, എഴുതണം. അതായത് മാനുവലിൽ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ നമ്മൾ ഏതൊക്കെ ഏരിയാസിനകത്താണ് കമ്പ്യൂട്ടർ ഈ പറയുന്നത് പോലത്തെ റെലവൻ്റ് ആവുന്നത്, ഓഡിറ്റ് പ്രോഗ്രാം ഈ പറയുന്നത് പോലത്തെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ChatGPT ആലോചിച്ചാൽ മതി. ആ രീതിയിലുള്ള സംഭവമാണ് അല്ലേ. ഓഡിറ്റ് പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ഓഫ് അവൈലബിൾ മാൻ പവർ ടു ഡിഫറൻറ്റ് അസൈൻമെൻറ്റ്സ് ഇൻ ഹാൻഡ്. പിന്നെ അതേപോലെ തന്നെ എൻട്രീസിൻ്റെ വാലിഡിറ്റി, കൺസിസ്റ്റൻസി, റീസണബിൾനെസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലത്തെ ഏതെങ്കിലും ഒരു 7 പോയിൻറ്റ്, ഫ്ലോ ചാർട്ട്, റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു 7 പോയിൻറ്റ് എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോൾസും ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മുന്നത്തെ മാരത്തണിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ MCQന് വേണ്ടിയിട്ട്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യമൊക്കെ MCQന് വേണ്ടിയിട്ട് പഠിക്കുക. കമ്മിങ് ഓൺ ടു ദ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻറ്റിറ്റീസ്. എന്നെ സംബന്ധിച്ച് ഈ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി കുറച്ച് MCQന് ഇതിൻ്റെ ലിമിറ്റ്സും കാര്യങ്ങളൊക്കെ പഠിക്കണേ. അതായത് പെർസെൻറ്റേജസ് ലിമിറ്റ്സ് ഒക്കെ MCQന് വേണ്ടിയിട്ട് പഠിക്കണം. ഓക്കെ, ആൻഡ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാര്യം ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഈ പറയുന്ന റെസ്ട്രിക്ഷൻ ഓൺ ഷെയർ ഹോൾഡിംഗ് MCQന് വേണ്ടിയിട്ട് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, സോ അത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, അതും ഞാൻ ഓൾറെഡി മാരത്തണിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കമ്മിങ് ഓൺ ടു ദ ഓഡിറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഓഡിറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കൂളാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
അങ്ങനെ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ അതിനകത്ത് ജനറൽ പോയിൻറ്സും ഉണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള പോയിൻറ്സും ഉണ്ട്. ജനറൽ പോയിൻറ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി ദ ട്രസ്റ്റ് ഡീഡ് റെഗുലേഷൻ ഓർ ആക്ട് അണ്ടർ വിച്ച് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് and should take note of the provisions regarding maintenance of accounts. In case of university, study the regulations, UGC norms ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഇതാണ്. അപ്പോൾ അതിൻ്റെ ഡീഡ് കാര്യങ്ങളൊക്കെ പഠിക്കുക, അതിൻ്റെ ഡോക്യുമെൻറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പഠിക്കുക. സ്റ്റഡി ദ ഇൻറ്റേർണൽ കൺട്രോൾസ് ഇംപ്ലിമെൻറ്റഡ് ബൈ മാനേജ്മെൻറ്റ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. 6th പോയിൻറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ പഠിക്കുക. മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. അതേപോലെ തന്നെ ബഡ്ജറ്റ് അലോക്കേഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ, ബഡ്ജറ്റിന് മീതെ പോയിട്ടുള്ള സംഭവങ്ങൾ അപ്രൂവ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളൊരു ജനറൽ പോയിൻറ്റ്സ് ഒരു 4 എഴുതി. എന്തൊക്കെ എഴുതിയത്? ഡോക്യുമെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ചെക്ക് ചെയ്യണം, ഇൻകോർപ്പറേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റേർണൽ കൺട്രോൾസ് ചെക്ക് ചെയ്യണം. തേർഡ് തിങ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ചെക്ക് ചെയ്യണം. ഫോർത്ത് തിങ് ബഡ്ജറ്റ് അലോക്കേഷൻ. ആൻഡ് ബഡ്ജറ്റ് അലോക്കേഷനേക്കാളും കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ പറയുന്നത് പോലെ തന്നെ എന്ത് നോക്കേണ്ടതുണ്ട്, സാങ്ഷൻഡ് ആണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യേണ്ടതുണ്ട്, ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഇൻകം ഒരു 3 പോയിൻറ്റ് പഠിക്കുക. എന്തെങ്കിലും ഒരു 3 പോയിൻറ്റ് പഠിക്കുക. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ആദ്യം എന്ത് കളക്ട് ചെയ്യും? അഡ്മിഷൻ ഫീസ് കളക്ട് ചെയ്യും അല്ലേ? അപ്പോൾ അഡ്മിഷൻ ഫീസ് നമ്മൾ ഓഡിറ്റർ ചെക്ക് ചെയ്യണം. അതായത് എല്ലാ അഡ്മിഷൻ ഫീസും റെക്കോർഡഡ് ആണോ. അപ്പോൾ അഡ്മിഷൻ ഫീസ് എന്തുമായിട്ടാണ് ക്രോസ് ചെക്ക് ചെയ്യുക? അഡ്മിഷൻ സ്ലിപ്സ് ആയിട്ട് signed by the head of the institution and confirm that the amount had been credited to the capital fund, കോർപ്പസിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന കാര്യം ഉറപ്പുവരുത്തണം. അഡ്മിഷൻ ഫീസ് അല്ലാതെ മറ്റെന്ത് ഫീസ്? അതർ ഫീസ് അല്ലെ, ലൈബ്രറി ഫീസ്, സെഷൻ ഫീസ്, ഡെവലപ്മെൻറ്റ് ഫീസ്, ഫീസ് ഫോർ ഹോസ്റ്റൽ എക്സെട്ര, ഇതൊക്കെ കൗണ്ടർ ഫോയിൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ അപ്രോപ്രിയേറ്റ് ഹെഡ്സിൽ, ഏത് രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന കളക്ട് ചെയ്തിട്ടുള്ള ആ രീതിയിൽ ഹെഡ് ഈ പറയുന്ന പോലത്തെ എന്ത് ചെയ്തിട്ടുണ്ടോ, റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ. നെക്സ്റ്റ് ഈ പറയുന്നത് പോലത്തെ സംസാരിക്കുന്ന പോയിൻ്റാണ് ഡിസ്കൗണ്ട് ആണ്. എന്തെങ്കിലും രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് റൂൾസ് എന്നുവെച്ചാൽ ചില സ്കോളർഷിപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് അതൊക്കെ അപ്രൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള റൂൾസ് പാലിച്ചിട്ടില്ല എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, അത്രയും പോയിന്റ്സ് ഒക്കെ. പിന്നെ ഡൊണേഷൻസ് കൂടെ ആലോചിച്ചാൽ മതി. ഓക്കെ, എൻഷുർ ദാറ്റ് ഡൊണേഷൻ റിസീവ്ഡ് ഇഫ് എനി ഹാസ് ബീൻ അക്നോളജ്ഡ് ആൻഡ് റെക്കോർഡഡ് പ്രോപ്പർലി ഇൻ ദ ബുക്സ് ഓഫ് ദി അക്കൗണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ് സംസാരിക്കാനായിട്ടുള്ളത് എന്താണ്? എക്സ്പെൻസസ് ആണ് അല്ലേ. അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ എന്ത് കൊടുക്കും? സാലറി കൊടുക്കും, വേജ് കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. വെരിഫൈ ദ സാലറി ആൻഡ് വേജസ് പേ ടു ദ എംപ്ലോയീസ്. ഓക്കെ, എപ്പോഴും ഈ പറയുന്നത് പോലെ തന്നെ വെരിഫൈ എന്ന് എഴുതാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡിങ്സ് യൂസ് ചെയ്യുക. ലൈക്ക് എക്സാമിൻ വെദർ ഓൾ ദി എക്സ്പെൻഡിച്ചർ അസോസിയേറ്റഡ് സ്പെഷ്യൽ ഇവൻറ്റ്സ് ലൈക്ക് സെമിനാർ ആൻഡ് സിമ്പോസിയം എക്സെട്ര ഹാസ് ബീൻ അക്കൗണ്ടഡ് ഫോർ. നെക്സ്റ്റ് വൺ ദ വൗച്ചി. എന്ത് വൗച്ച് ചെയ്യുക? റെഗുലർ എക്സ്പെൻസസ് ജസ്റ്റ് ഇലക്ട്രിസിറ്റി, ടെലഫോൺ, ബ്രോഡ്ബാൻഡ് ബിൽസ്, ട്രാവലിംഗ് എക്സ്പെൻസസ് ബേസ്ഡ് ഓൺ അവൈലബിൾ വൗച്ചേഴ്സ് ആൻഡ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. ഇതിലത്തെ ഒരു 3 പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. നെക്സ്റ്റ് ഈ പറയുന്നത് പോലെ തന്നെ എന്താണ്? അസറ്റ്സ്, ലൈബിലിറ്റീസ്, അതിൻ്റെ കാര്യമാണ് അല്ലേ. അപ്പോൾ അസറ്റ്സിൻ്റെയും ലൈബിലിറ്റീസിൻ്റെയും ഈ പറയുന്നത് പോലെ തന്നെ കാര്യമാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഫിസിക്കൽ വെരിഫിക്കേഷൻ ടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ നോക്കുക. ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ പ്രകാരം ഒത്ത് നോക്കുക. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് രജിസ്റ്റർ ആയിട്ട് നോക്കുക. ഡിപ്രസിയേഷൻ അമോർട്ടൈസേഷൻ ഒക്കെ ചാർജ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നോക്കുക. പോളിസി അഡോപ്റ്റഡ് സ്ട്രീറ്റ് ലൈൻ ആണോ, മറ്റേ റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡാണോ, ഇത് രീതിയിലാണോ, ആ രീതിയിൽ ചെയ്തിട്ടില്ലേ നോക്കുക. TDS റീഫണ്ട് ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക എന്നുള്ള പോയിന്റ്സ് ഒക്കെയാണ് സംസാരിക്കാനായിട്ടുള്ളത്. ക്ലാരിറ്റി ഉണ്ടെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കേസിനകത്തും ഒക്കെ ഈ ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഈ 3 പോയിന്റ് കോമൺ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, പേഷ്യൻറ്റിൻ്റെ ഈ പറയുന്നത് പോലെ തന്നെ ഫീസ് എന്നുള്ള രീതിയിലാണ് വരിക. ക്യാൻറ്റീന് കിട്ടിയിട്ടുള്ള പൈസ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു എന്താണ് മുന്നേറ്റമാണ് നിങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യേണ്ടത്, നടത്തേണ്ടത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓഡിറ്റ് ഓഫ് ബാങ്ക്സിനകത്ത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് ബാങ്ക്സ് ഒന്നുമില്ല. കമ്പനീസ് ആക്ട് 2013, ബാങ്ക് റെഗുലേഷൻ ആക്ട് 1949, SB ആക്ട് 1955, RBI ആക്ട് 1934, IT ആക്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, PML, ഇതൊക്കെയാണ് അതിനകത്ത് പറയാനായിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബ്രോഡ്ലി സ്പീക്കിംഗ് എനിക്ക് അത്രയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ടുള്ളൂ, പറയാനായിട്ടുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനകത്ത് 1-2 പോയിൻറ്റ്സും കൂടെ എനിക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, ഞാൻ പറഞ്ഞ 1-2 പോയിൻറ്റ്സും കൂടെ എനിക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട്. സോ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒരു മാരത്തൺ ബെനിഫിറ്റ് ആയോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇപ്പോൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന കമൻറ്റ് ചെയ്യാം. കാരണം നമ്മളെല്ലാവരും ഒരു ടീമാണ്, നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വേറെ പല ടീമുകളും വരുന്നുണ്ട്. അപ്പോൾ അത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മീൻസ് അവരെ നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ എന്ത് ചെയ്യണം, എന്നെ ഹെൽപ്പ് ചെയ്യണം. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എനിക്ക് കൂടുതലായിട്ട് 2-3 പോയിൻറ്റും കൂടെ ആഡ് ചെയ്യാനായിട്ടുള്ളത് എന്തൊക്കെയാണ്, നമ്മൾ പറഞ്ഞ 2-3 പോയിൻ്റ് ഓഫ് ഡിസ്കഷൻ കൂടെ എനിക്ക് ആഡ് ചെയ്യാനായിട്ടുള്ളത് ഒന്നുമില്ല. ഒന്ന് ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻ്റ് ആയിരുന്നു. ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ് ഈ പറയുന്നത് പോലെ തന്നെ നോക്കുക. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ തന്നെ നമ്മളെ സംബന്ധിച്ച ടെക്നിക്സ് ഓഫ് ഓഡിറ്റ് സാമ്പിളിംഗ്. ഓക്കെ, ടെക്നിക്സ് ഡിഫറെൻറ്റ് ടൈപ്സ് മെത്തേഡ്സ് എന്നൊക്കെ പറഞ്ഞത് ടെക്നിക്സ് ഓഫ്
ഓഡിറ്റ് സാമ്പിളിംഗ് ഈ പറയുന്നത് പോലത്തെ നോക്കാം. പിന്നെ ക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, വേറെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഇതിൽ ഡിസ്കസ് ചെയ്യാത്ത എന്നാൽ ഇതിനകത്തുള്ള ടോപ്പിക്കിൻ്റെ മാരത്തൺ നമ്മൾ മുകളിലത്തെ 2 പാർട്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പാർട്ട് ഞാൻ ഇപ്പോൾ പ്രൈവറ്റ് ആക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവേണ്ടെന്ന് എഴുതിയിട്ട് അത് മുന്നത്തെ അറ്റംപ്റ്റിൻ്റെയാണ്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, അത് ഈ പറയുന്നത് പബ്ലിക് ആക്കി തരാം, കൺഫ്യൂസ്ഡ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ നൈസ് ഡേ.